രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പുറത്തു വരുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്, അഭിഭാഷകനുമായിട്ട് സംസാരിക്കുകയാണ്. അങ്ങോട്ട് ചിരിച്ചുകൊണ്ട് കയറിപ്പോയ രാഹുൽ ഇപ്പോൾ മുഖത്തൊക്കെ അല്പം ഒരു മ്ലാനതയൊക്കെ മുഖത്ത് കാണാൻ കഴിയുന്നുണ്ട്. കാരണം 14 ദിവസം റിമാൻഡിലാണ്. വാഹനത്തിലിരുന്നു കൊണ്ട് പോലീസ് ജീപ്പിൽ ഇവിടേക്ക് വന്നപ്പോഴും അതുപോലെ തന്നെ ജില്ലാ ഹോസ്പിറ്റലിൽ വൈദ്യപരിശോധനയ്ക്ക് വന്നപ്പോഴും ചിരിച്ചുകൊണ്ടായിരുന്നു രാഹുൽ മാധ്യമങ്ങളെ കണ്ടിരുന്നത്, അല്ലെങ്കിൽ അവിടെ വെച്ച് പോലീസുകാർക്കൊപ്പം ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ മജിസ്ട്രേറ്റ് മുമ്പാകെ കണ്ട് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ രാഹുലിന് നേരത്തെ ഉണ്ടായിരുന്ന ചിരിയും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ശരീരഭാഷയല്ല ഇപ്പോഴുള്ളത്. എന്തായാലും രാഹുലിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നു. രാഹുൽ കോടതി നടപടികൾ പൂർത്തിയാക്കി മജിസ്ട്രേറ്റിന് മുമ്പിൽ നിന്ന് പുറത്തേക്ക് വന്നിരിക്കുന്നു. ഇനിയിപ്പോൾ പോലീസ് ജീപ്പിൽ കയറ്റി ഇവിടുന്ന് മാവേലിക്കര ജയിലിലേക്ക് പോകും. 14 ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിൽ കഴിയേണ്ടി വരും. അതിനിടയിൽ കസ്റ്റോഡിയൽ ഇന്ററോഗേഷന് വേണ്ടി കസ്റ്റഡി അപേക്ഷ പോലീസ് നൽകും. എന്തായാലും ഇന്ന് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ജയിലിലേക്ക് മാറ്റുകയാണ്. 14 ദിവസത്തേക്കാണ് മജിസ്ട്രേറ്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. വിഷ്ണു സുരേഷ് കൂടി ചേരുന്നുണ്ട് വിവരങ്ങളുമായും. വിഷ്ണു, രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിലേക്ക് പോകുന്നു, 14 ദിവസം റിമാൻഡിൽ. എന്തൊക്കെയാണ് വിവരങ്ങൾ വിഷ്ണു? SITക്ക് ആദ്യ ആശ്വാസം, ആദ്യ ജയം എന്ന് കണക്കാക്കാം ഈ റിമാൻഡിനെ. അതിലൊരു തർക്കവുമില്ല. കാര്യം നേരത്തെ SIT വലിയ പഴി കേട്ടിരുന്നു രാഹുലിന്റെ കേസുമായി ബന്ധപ്പെട്ട. SITയിൽ നിന്ന് തന്നെ വിവരങ്ങൾ ചോർന്നു പോകുന്നതായുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. പക്ഷേ അതിനൊന്നും ഇട നൽകാതെ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു നിലവിൽ ഒരു റിമാൻഡ് റിപ്പോർട്ട് നൽകി. ഒപ്പം തന്നെ രാഹുലിന്റെ അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്കും വളരെ പ്രൊഫഷണലായ രീതി SITയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അങ്ങനെ രാഹുലിനെ അറസ്റ്റ് ചെയ്ത് വളരെ ക്ലിയർ ആയിട്ടുള്ള റിമാൻഡ് റിപ്പോർട്ട് കോടതിക്ക് മുമ്പാകെ സമർപ്പിച്ചു. രാഹുലിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നു. രാഹുൽ മാവേലിക്കര കോടതിയിലേക്കാണ് പോകുക. നാളെയായിരിക്കും കസ്റ്റഡി അപേക്ഷ നൽകുക. കസ്റ്റഡി അപേക്ഷ പരിഗണിച്ച് അത് അപേക്ഷ അംഗീകരിച്ച് രാഹുലിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടത് ഈ കേസിലെ ഏറ്റവും നിർണായകമായ നടപടിയാണ്. പ്രത്യേകിച്ച് നാളെ അതിജീവിതയുടെ മൊഴി രേഖപ്പെടുത്തുന്നുണ്ട്, രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നത്. ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വരുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. രാഹുലിനെ മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടിന്റെ MLA, യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റ് ഇപ്പോൾ മാവേലിക്കര ജയിലിലേക്ക് പോകുകയാണ്. ബലാത്സംഗ കേസിൽ പ്രതിയായി. അത് ഒരു കേസല്ല, 1, 2, 3 കേസുകളാണ് ഇതുവരെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചുമത്തിയിട്ടുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിനെ ജയിലിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നു. രാഹുലിന്റെ വളർച്ച ഒരുപക്ഷെ സമീപകാലത്ത് കേരള രാഷ്ട്രീയം കണ്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വളർച്ചയും അതുപോലെ തന്നെ കണ്ടിട്ടുള്ള ഒരു വലിയ പതനവുമാണ് രാഹുലിന്റെ എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ബലാത്സംഗ കേസിൽ അതും ഒരു കേസല്ല, 1, 2, 3 എന്നീ കൂടുതൽ കേസുകളുണ്ടോ എന്നറിയില്ല. ഇതുവരെ 3 കേസുകളുണ്ട്. അത്തരത്തിൽ ഒരു നേതാവ്, ഒരു പ്രമുഖ പാർട്ടിയുടെ നേതാവായിരുന്ന ആൾ ഇപ്പോൾ ജയിലിലേക്ക് പോകുകയാണ്. അത് അങ്ങേയറ്റം കൊടും ക്രൂരത ചെയ്തു എന്നുള്ളതാണ് പോലീസിന്റെ ഒരു കണ്ടെത്തൽ. പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിലടക്കം പറയുന്നതും അതുതന്നെയാണ്. രാഹുൽ ഈ അതിജീവിതരോട് ചെയ്തിട്ടുള്ളത് അത് മനുഷ്യ മനസ്സിനെ നടുക്കുന്ന, അവരെ അങ്ങേയറ്റം മനുഷ്യത്വ വിരുദ്ധമായ നടപടികളാണ്. കേവലം ആക്രമണം, കേവലം വാക്കുകൊണ്ടുള്ള ഉപദ്രവം മാത്രമല്ല, അതിനപ്പുറത്ത് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ, ശാരീരികമായ ഉപദ്രവങ്ങളൊക്കെ രാഹുലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി. രാഹുൽ പ്രതികരിക്കാനോ അല്ലെങ്കിൽ അത്തരം നടപടികൾക്കൊന്നും തയ്യാറല്ല. രാഹുൽ നേരത്തെ പുറത്തിറങ്ങിയ ഘട്ടത്തിൽ രാഹുൽ ജയിലിലേക്ക്, ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ഘട്ടത്തിലൊക്കെ രാഹുൽ വലിയ സന്തോഷം പ്രകടിപ്പിച്ചിരുന്നു. ചിരിച്ച മുഖത്തോടു കൂടിയാണ് രാഹുൽ വന്നെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല. രാഹുൽ ഒരല്പം സങ്കടപ്പെട്ടുകൊണ്ട്, ഒരല്പം മൂകനായാണ് ഈ കോടതിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. 14 ദിവസത്തേക്ക് അങ്ങേയറ്റം വളർന്ന് പന്തലിച്ച ഒരു നേതാവ് ജയിലിലേക്ക് പോവുകയാണ്. അതും ഒരു ബലാത്സംഗ കേസിന് എന്നുള്ളത് കേരളത്തിന്റെ ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത ഒന്നാണ്. അതിനിരയാകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പാലക്കാട് MLA ആണ്. ഇനി രാഹുലിന്റെ കാര്യം എങ്ങനെയായിരിക്കും എന്ന കാര്യത്തിൽ തീരുമാനിക്കുക SIT ആയിരിക്കും. രാഹുലിനെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തുമോ, കൂടുതൽ കേസുകൾ ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ ഏറെ നിർണായകമായിരിക്കും. രാഹുലിനെ മാവേലിക്കര ജയിലിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. ഇന്ന് രാവിലെ 5:30 രാഹുലിനെ പ്രത്യേക അന്വേഷണ സംഘം പത്തനംതിട്ടയിലേക്ക് എത്തിച്ചത്. 12 മണിക്ക് അറസ്റ്റ് ചെയ്ത് 5 മണിക്കൂറിനുള്ളിൽ തന്നെ പത്തനംതിട്ടയിലേക്ക് എത്തിച്ചു. ആദ്യ മണിക്കൂറിൽ 6 മണിക്കൂർ പൂങ്കടലിയുടെ നേതൃത്വം ചോദ്യം ചെയ്തിരുന്നു. 10:30 വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി രാഹുലിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. അതിനുശേഷം അവിടെ വലിയ പ്രതിഷേധം. പിന്നാലെ 1.5 മണിക്കൂറിന് ശേഷം രാഹുലിനെ മജിസ്ട്രേറ്റിന് മുമ്പിലാകെ എത്തിച്ചു. അതിനുശേഷം ഇപ്പോൾ 14 ദിവസത്തേക്ക് രാഹുലിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നു. ജാമ്യാപേക്ഷ നാളെയായിരിക്കും. രാഹുലിന്റെ ജാമ്യാപേക്ഷ മജിസ്ട്രേറ്റ് കോടതിക്ക് മുമ്പാകെ വരിക. വലിയ പ്രതിഷേധം ഉണ്ടാകുന്നുണ്ട് രാഹുലിനെതിരെ. അത് ഇപ്പോൾ മജിസ്ട്രേറ്റ് കോടതിക്ക് പുറത്തുള്ള, ഈ മജിസ്ട്രേറ്റ് വീടിന് പുറത്തുള്ള റോഡിലും പ്രതിഷേധവുമായി യുവമോർച്ച പ്രവർത്തകരും DYFI പ്രവർത്തകരും എത്തുകയാണ്. ഒരു തരത്തിലും രാഹുൽ ഈ MLA സ്ഥാനത്ത് തുടരാൻ അർഹരല്ല എന്നുള്ള കാര്യമാണ് അവർ വ്യക്തമാക്കുന്നത്. രാഹുൽ നടത്തിയ ക്ലാസ്സൊക്കെ നമുക്കറിയാം.
സ്ത്രീത്വത്തെ സ്ത്രീപക്ഷ നിലപാടുമായി ബന്ധപ്പെട്ടൊക്കെ രാഹുൽ സ്വീകരിച്ചിട്ടുള്ള നിലപാടുകളൊക്കെ പ്രസംഗങ്ങളൊക്കെ നമുക്ക് മുൻപിലുണ്ട്. അത്തരത്തിൽ ഇരട്ടവാദം അല്ലെങ്കിൽ ഇരട്ട നിലപാട് സ്വീകരിക്കുന്ന ഒരാൾ ഇയാൾ ഇനി ഈ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല എന്ന നിലപാടിൽ തന്നെയാണ് നിലവിൽ യൂത്ത് കോൺഗ്രസും ഡിവൈഎഫ്ഐയും യുവമോർച്ചയും ഉള്ളത്. ആ പ്രതിഷേധം അവർ ഇനി വരും ദിവസങ്ങളിലും കൂടുതൽ കടുപ്പിക്കും, തെരുവിലേക്ക് ഇറക്കും എന്നുള്ള കാര്യത്തിലൊന്നും ഒരു തർക്കവുമില്ല. SIT സംബന്ധിച്ച് അവർക്ക് ഒരു നേട്ടമായി തന്നെ ഈ അറസ്റ്റിനെ കണക്കാക്കാം. കാരണം അത്രയേറെ വിമർശനം SIT കേട്ടിരുന്നു. രാഷ്ട്രീയ പ്രേരിതമാണ് ഈ നടപടികൾ എന്നൊക്കെ ചൂണ്ടിക്കാണിച്ചാണ് ഈ SIT കേട്ടിരുന്ന വിമർശനങ്ങൾ. പക്ഷേ അങ്ങനെയൊന്നുമല്ല, കൃത്യമായ തെളിവുകൾ ഞങ്ങളുടെ പക്കലുണ്ട്, ഈ കേസിൽ ഞങ്ങൾക്ക് വീഴ്ച പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് രാഹുലിന്റെ അറസ്റ്റ് മുതൽ ഇതുവരെയുള്ള നടപടികൾ ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. ആ അറസ്റ്റ് സംഭവിച്ചിരിക്കുകയാണ് ഉന്മേഷം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.